ഇന്ന് തയ്യാറാക്കുന്നത് മാങ്ങ കൊണ്ടുള്ളൊരു അച്ചാറാണ്. ഇപ്പോൾ നമുക്ക് നൊയമ്പ് കാലത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളം നനവെല്ലാം മാറിയിട്ട് ചെറുതായിട്ട് നമ്മൾ അതിൻ്റെ തൊലി ഒന്ന് കളയണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമ്മൾ കൊത്തിപ്പൊടിച്ച് അരിയണം. കൊത്തിപ്പൊടിച്ച് ചെറുതായിട്ട് ഏറ്റവും ചെറുതാക്കുക അത്രത്തോളം ചെറുതാക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്തൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1/2 ടീസ്പൂൺ കടുകും ഒരു 7-8 ഉണക്കമുളകും കൂടെ ചേർത്തൊന്ന് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ വീതം ഉലുവ പൊടിച്ചതും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും 1/4 ടീസ്പൂൺ മതിയാകും. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തൊന്ന് ആ ഒരു ചെറിയ ചൂട് കാണുമല്ലോ അതിനകത്തൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഉണക്കമുളക് ചെറിയ തരിതരിപ്പോട് കൂടി തന്നെ ഇരിക്കണം. എന്നിട്ട് മാങ്ങയിലോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഇനി 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനകത്തോട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പകുതി ഒന്ന് മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു മാങ്ങാച്ചാറാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ചോറിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് കറിയോ അല്ലെങ്കിൽ ഒരു പപ്പടം വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ ഈ ഒരു മാങ്ങാച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് കഴിക്കാനായിട്ട്. നൊയമ്പ് കാലത്തൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.